സുഡാനിൽ ഒരു വർഷത്തിലേറെയായി നടക്കുന്ന പോരാട്ടം ദശലക്ഷക്കണക്കിന് ആളുകളെ സ്വന്തം രാജ്യം വിട്ട് പലായനം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചു. ഒരു വർഷം കൊണ്ട് 150-ലധികം ക്രിസ്ത്യൻ പള്ളികൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കുടിയൊഴിപ്പിക്കലിൻ്റെ ആസ്ഥാനമാണ് സുഡാൻ. ഈ രാജ്യത്തെ യുദ്ധത്തിൻ്റെ ഭീകരത പലപ്പോഴും പുറം ലോകം അറിയുന്നില്ല. ഈ സാഹചര്യത്തിൽ സഹായ ഏജൻസികൾ കൂട്ടക്ഷാമത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. അന്താരാഷ്ട്ര സമൂഹം ഉണർന്ന് ഇടപെടേണ്ട സമയമാണിത്. രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ പട്ടിണി പ്രതിസന്ധി നേരിടുകയാണെന്നും ഏകദേശം 9 ദശലക്ഷം ആളുകളാണ് പലായനം ചെയ്യേണ്ടി വന്നതെന്നും ഓപ്പൺ ഡോസ് റിപ്പോർട്ട് ചെയ്തു. 2023 ഏപ്രിലിൽ സുഡാൻ സായുധ സേനയും റാപ്പിഡ് സപ്പോർട്ടും തമ്മിലുള്ള ആഭ്യന്തര യുദ്ധം ആരംഭിച്ചു. സുഡാനീസ് ക്രിസ്ത്യാനികളുടെ സ്ഥിതി വളരെ മോശമാണ്. ഓപ്പൺ ഡോസ് വേൾഡ് വാച്ച് ലിസ്റ്റിൽ 8ാം സ്ഥാനത്തുള്ള ഈ ഭൂരിപക്ഷ മുസ്ലിം രാജ്യത്ത് താമസിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ജനങ്ങൾക്ക് സുരക്ഷയോ സംരക്ഷണമോ ഒരുക്കാൻ ഭരണാധികാരികൾക്ക് സാധിക്കുന്നുമില്ല. 150ഓളം ക്രിസ്ത്യൻ ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെട്ടതിൽ ചില പള്ളികൾ നശിപ്പിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണത്തിലോ തുടർച്ചയായ ആക്രമണം മൂലമോ നശിപ്പിക്കപ്പെട്ടവയാണ്. വീടുകളിൽ നിന്ന് ക്രൈസ്തവർ നിർബന്ധിതമായി കുടിയൊഴിപ്പിക്കപ്പെടുന്ന സാഹചര്യവും ഇവിടെയുണ്ട്.